എല്ലാവർക്കും നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും ഗീതാമൃതത്തിലേക്ക് സുസ്വാഗതം. എന്നത്തെയും പോലെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ടും ഭഗവാന്റെ ദ്വാദശാക്ഷര അഷ്ടാക്ഷര നാമങ്ങൾ ചൊല്ലിക്കൊണ്ടും നമുക്ക് തുടങ്ങാം. ഓം ഗം ഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എത്ര തവണ ദ്വാദശാക്ഷര മന്ത്രം നിങ്ങൾക്ക് ഒരു ദിവസം ചൊല്ലാൻ പറ്റും അത്രയും ചൊല്ലിക്കോളൂ കേട്ടോ. 108 തവണ ചൊല്ലിയ അത്രയും മഹത്ത. ആലോചിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ 108 വട്ടം ചൊല്ലുക. വേറെ ഒന്നും ചൊല്ലിയില്ലെങ്കിൽ ഇതെങ്കിലും ചൊല്ലുക. ഈ ഉത്തരായന കാലത്തിലെ വൈശാഖം നടക്കുന്ന സമയത്ത്, കൊട്ടിയൂർ ഉത്സവം നടക്കുന്ന സമയത്ത് ഇതൊക്കെ ചൊല്ലാൻ പറ്റിയ തന്നെ ഭാഗ്യ. നാവിന് പുണ്യ. അതൊന്നും ചൊല്ലുക. എത്ര പേര് ചൊല്ലുണ്ട്, എത്ര പേര് വെറുതെ മൊബൈൽ ഇങ്ങനെ തോണ്ടി ഇരുന്ന സമയം കളയുന്നവരുണ്ട്. ഭഗവാന്റെ നാമം ചൊല്ലാൻ സാധിച്ചിട്ടും ചെയ്യാത്തവരെത്രയുണ്ട്. അമ്പലത്തിലേക്ക് പോകാത്തവർ എത്ര പേരുണ്ട്. ഭക്തി ഇല്ലാത്തവർ ഇനിയും ഈ കലികാലത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഭക്തി കൂടുതൽ വർദ്ധിച്ചു വരുന്നവരും ഉണ്ട്. സജ്ജനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇല്ലാന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഭക്തി ഇല്ലാണ്ടപ്പോ ഇത് കേൾക്കാൻ ഇഷ്ടം പോലെ ആൾക്കാർ വരില്ലേ. എനിക്കിപ്പോ ഫേസ്ബുക്കിലൊക്കെ റീൽസിലൊക്കെ ഞാൻ അറിയാതെ തന്നെ ഫോളോവേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുക. എന്താണ് അതിന്റെ കാരണം? ഭക്തി. കാരണം ഞാൻ റീൽസിൽ പറയുന്നത് മുഴുവനും നാമത്തെ പറ്റി മാത്രമാണ്. കാരണം വേറൊരു കാര്യം, പാചകമോ അല്ലെങ്കിൽ ഡ്രസ്സോ അല്ലെങ്കിൽ കവിതയോ പാട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. സനാതന ധർമ്മത്തെ പോഷിപ്പിക്കാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഈ കർമ്മം എത്രമാത്രം പറ്റുമോ അതുപോലെ ചെയ്യാണ് ഞാൻ. അപ്പോ ഈ റീൽസ്, ഈ ഫോളോവേഴ്സ് കൂടുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായത് ഭക്തി കൂടുന്നു. ആ ഭക്തി ഉള്ളവരല്ലേ ഇത് കേൾക്കുള്ളൂ, അല്ലാത്തവർ കേൾക്കില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. യൂട്യൂബിലും ഈ റീൽസ് ഒക്കെ പറയുമ്പോ ഈ ഫാഷൻ ഡിസൈൻ, മാല, കമ്മല്, അതുപോലെ പാചകം, അതുപോലെ തന്നെ അഭിനയം, മൊണാക്ട്, മിമിക്രി, അതിലേക്ക് താല്പര്യമുള്ളവർക്ക് അവർക്ക് ഇഷ്ടം പോലെ ഫോളോവേഴ്സ് കൂടും. ഈ ഭക്തിക്ക് അത്ര ഫോളോവേഴ്സ് കൂടാൻ വഴിയില്ല. പക്ഷേ എനിക്ക് അത്ഭുതമായി എത്രയോ ഫോളോവേഴ്സ് കൂടി. അപ്പൊ എനിക്ക് മനസ്സിലായി ഭക്തി ഉള്ളവർ തന്നെയാണ് കലിയുഗത്തിലുള്ളവര്, ഇല്ലായ്മയൊന്നും ഇല്ല. അപ്പൊ ഇനിയും ഭക്തി മനസ്സിലേക്ക് വരാത്തവരുണ്ടെങ്കിൽ അവരൊക്കെ കൂടി ഒന്ന് ഭക്തി വരട്ടെ ഭഗവാനെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് 41ാമത്തെ ശ്ലോകം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 40 ശ്ലോകത്തോടെയാണ് നിർത്തിയത്. ഭഗവാന്റെ ഈ 4ാം അധ്യായമായ ജ്ഞാന കർമ്മ സന്യാസ യോഗത്തില് 42 ശ്ലോകമേ ഉള്ളൂ. അപ്പൊ നമ്മള് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ആ 40 നിർത്തിയത് 42ഓടുകൂടി നിർത്തിയാൽ മതിയായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുക എന്താ അറിയോ, കൂടുതൽ ശ്ലോകങ്ങൾ വന്നാൽ ബോറടിയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് 5 ശ്ലോകം വെച്ച് പഠിപ്പിച്ച് ബാക്കി അതിന്റെ എക്സ്പ്ലനേഷനും കുറച്ച് കഥകളും പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഒരു എപ്പിസോഡ്, ആ ഒരു ഭാഗം നിർത്തണത്. അപ്പൊ നമുക്ക് ഇന്ന് 2 ശ്ലോകമേ ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗം കഴിയാനുള്ളൂ. കുഴപ്പമില്ല. ആ 2 ശ്ലോകത്തോടു കൂടി നിർത്തി നമുക്ക് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്നുകൊണ്ട് നിർത്താം. അപ്പൊ നമുക്ക് 40ാമത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു നിർത്തിയത്. എന്താ പറഞ്ഞു നിർത്തിയത്? ശ്രദ്ധയില്ലാത്തവനും വിവരമില്ലാത്തവനും സർവത്തെയും സംശയിക്കുന്നവനും നശിച്ചു പോകും അർജുന. സംശയാത്മാവായ അവന് ഈ ലോകമല്ല പരലോകത്തും ഇല്ല, സുഖവും ഉണ്ടാവില്ല എന്നാണ് 40ാമത്തെ ശ്ലോകത്തിലെ ജ്ഞാനകർമ്മ സന്യാസി യോഗത്തിലെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു കൊടുത്തത്. 41ാമത്തെ ശ്ലോകത്തിലെ ഭഗവാൻ അർജുനനോട് പറഞ്ഞു, യോഗസന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിബന്ധി ധനഞ്ജയ. എന്താ പറയണത്? യോഗസന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം. അല്ലയോ അർജുന, ലോകം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചവനും, ഈ ലോകത്ത് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴേ അതിന്റെ പിന്നാലെ പോവുക. അപ്പൊ എന്താ, നമ്മുടെ കർമ്മത്തെ മറക്കുക. ഈ ലോകത്തിന്റെ കാര്യങ്ങൾ കണ്ട് അതിന്റെ പിന്നാലെ ഓടുമ്പോ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർമ്മത്തെ മറക്കുന്നവൻ. അതാണ് അല്ലയോ അർജുന, ലോകം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ചവനുമായ ആത്മജ്ഞാനിയെ കർമ്മങ്ങൾ ബന്ധിക്കുന്നില്ല. സത്യല്ലത്? ആത്മവന്തം ന കർമാണി നിബ്നന്തി ധനഞ്ജയ. ധനഞ്ജയൻ എന്നൊരു പേരും കൂടി അർജുനനുണ്ട്. അപ്പൊ അർജുനനെ പാർത്ഥ എന്ന് വിളിക്കുന്നുണ്ട്, അല്ലേ? അർജുന എന്ന് വിളിക്കുന്നുണ്ട്, ഒരു വംശ എന്ന് വിളിക്കുന്നുണ്ട്,
ഏ ധനഞ്ജയ എന്ന 41-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയാണ്. എന്താ പറയുന്നത് 41-ാമത്തെ ശ്ലോകത്തില്? യോഗ സന്യസ്ത കർമാണം ജ്ഞാന സംഛിന്ന സംശയം ആത്മവന്തം ന കർമാണി നിജ്ഞന്തി ധനഞ്ജയ. അർജുന, ലോകം കൊണ്ട് കർമ്മങ്ങളെ ത്യജിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ച, സംശയമില്ലാതാവും. അറിവ് വന്നാൽ നമ്മുടെ സംശയം ദൂരീകരിക്കില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ സംശയം ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ പറയും, ഭഗവത്ഗീത ക്ലാസ്സിലെ കുട്ടികളെ സംശയം അവർ നന്നായി ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ നല്ല കുട്ടികൾക്ക് അവരുടെ സംശയമൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. ഒരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പുള്ള ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ചോദിച്ചു, ടീച്ചറെ എന്താണ് ഈ സപ്താഹം, എന്തുകൊണ്ടാണ് ഇതിന് സപ്താഹം, ഭാഗവത സപ്താഹം എന്ന് പറയുന്നത്? എന്ത് സന്തോഷമായി എന്നറിയോ ആ കുട്ടിയെ ചോദ്യം. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം, അപ്പോഴല്ലേ ജ്ഞാനം ഉണ്ടാവുക. അജ്ഞാനിക്ക് അപ്പം എന്തുണ്ടാവില്ല? സംശയം ഉണ്ടാവില്ല. ഇത് ജ്ഞാനമില്ലാത്തവൻ എന്താണ്? എല്ലാത്തിനെയും സംശയമായിരിക്കും. അതാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ കർമ്മങ്ങളെ ത്യജിച്ചവനും ജ്ഞാനം കൊണ്ട് സംശയത്തെ ഛേദിച്ചവനുമായ ആത്മജ്ഞാനിയെ കർമ്മങ്ങൾ ബാധിക്കില്ല. തന്നെത്താൻ കർമ്മം ചെയ്യാൻ അവൻ പ്രാപ്തനാവും. അല്ലാത്തവൻ എന്താ കർമ്മം, എന്താ യജ്ഞം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും വിഡ്ഢി. അവൻ ഈ ലോകത്തിലും സ്ഥാനമില്ല, പരലോകത്തിലും സ്ഥാനമില്ല, അവനൊരു സുഖവും ഉണ്ടാവില്ല എന്ന് ഭഗവാൻ മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 41-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്താ വേണ്ടത്? അല്പജ്ഞാനി നമ്മൾ പറയാ, കുറച്ച് അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് വിഡ്ഢിക്ക് സമാനം പറയാ, വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന് പറയും നമ്മൾ. അപ്പൊ ആത്മജ്ഞാനം കിട്ടുന്നതിനേക്കാൾ നല്ലത് യോഗിവര്യന്മാരിൽ നിന്നും പണ്ഡിതന്മാരിൽ നിന്നും ഇതുപോലുള്ള ഗീതാ ക്ലാസ്സുകളിൽ ടീച്ചർമാരുടെ ക്ലാസ്സുകളിൽ നിന്നും പഠിച്ച് ഗീതാജ്ഞാനം നേടി അറിവ് നേടിയവൻ പിന്നെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് നല്ല കർമ്മങ്ങളെ ഉണ്ടാവുള്ളൂ. പിന്നീട് അവനൊരു ദുഷ്കർമ്മങ്ങളിലേക്കും പോവില്ല. അതാണ് ഗീത പഠിക്കുന്നതിനുള്ള ഗുണം. അതുകൊണ്ടാണ് പാശ്ചാത്യര് ഗീത പഠിക്കുന്നത്. അവരുടെ കയ്യിലൊക്കെ ഭഗവത്ഗീത ഇല്ലാത്തൊരു കയ്യിൽ പാശ്ചാത്യരൊക്കെ അവരുടെയൊക്കെ ആ ഒരു എന്താ പറയാ നമ്മള്, ഞാൻ നിങ്ങളോട് കഴിഞ്ഞ എപ്പിസോഡിന് മുമ്പ് അയർലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലം, ഞാൻ ഇതിലാണോ, എനിക്കിപ്പോ പല പല ക്ലാസ്സുകൾ ഉള്ളത് കൊണ്ട് പല പല ഗീത എന്താ പറയാ നമ്മുടെ പ്രഭാഷണങ്ങൾ ഉള്ളത് കൊണ്ട് ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുന്നതും അങ്ങനെയൊക്കെ ആവുമ്പോ എവിടെയാണോ ഏതാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അയർലൻഡിലെ ഒരു ദ്വീപ്, ആ ദ്വീപിലെ ഇസ്കോൺകാര് കൊണ്ടുപോയിട്ട് അവിടെ ഒരു കൃഷ്ണ ഐലൻഡ് എന്നാണ് പേര്. ആലോചിച്ച് നോക്കൂ നിങ്ങള്. അയർലൻഡില് ഈ ക്രിസ്തുമതമുള്ള ആ അയർലൻഡിലെ ആ ഒരു ദ്വീപ് കൃഷ്ണ ഐലൻഡ് എന്ന പേര്. അവിടെ ഇസ്കോൺ, നമ്മുടെ ഇന്റർനാഷണൽ കൃഷ്ണ കോൺഷ്യസ്, അവരെയാണ് കൊണ്ടുപോയിട്ട് അവിടെ സ്ഥാപിച്ചത്. എത്രയോ വർഷം മുമ്പ് സ്ഥാപിച്ചിട്ട് ഇപ്പൊ അവിടെ ഉള്ള എല്ലാ ഡിവോട്ടീസും മദാമി സായിപ്പും ആരായിക്കോട്ടെ, അവരൊക്കെ അവരുടെ കോസ്റ്റ്യൂമിന് ചേഞ്ച് ഉണ്ട്, അവരുടെ ഭക്ഷണത്തിന് ചേഞ്ച്, അവരൊക്കെ എല്ലാത്തിനും ഒരു യൂണിഫോമാ. അല്ലാണ്ട് തോന്നിയ കോസ്റ്റ്യൂമൊന്നും അവിടെ ഇടാൻ പാടില്ല. അവർക്ക് എല്ലാവർക്കും സാരി, അവിടെയുള്ള മദാമ്മമാരെല്ലാവരും സാരി ഉടുത്തിട്ടാണ് കൃഷ്ണനാമം ചൊല്ലുക. ഇതൊക്കെ കണ്ട് പഠിച്ച് ലജ്ജയില്ലേ നമുക്ക് ഭാരതത്തിലെ ആൾക്കാർക്ക് എന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഭക്തി നമുക്ക് തന്നെത്താൻ വരും. അവർക്ക് ഇത്രമാത്രം ഭക്തി. അവിടെ ആ ശരിക്കും ഒരു വൃന്ദാവനമാക്കി വെച്ചിരിക്കുക ആ ദ്വീപിനെ. അവർ കൃഷ്ണ ഐലൻഡ് എന്ന് പേരിട്ടിരിക്കുക. ആ ദ്വീപിലേക്ക് നമുക്ക് കാണാൻ പോവാത്രേ. പക്ഷെ കാണാൻ പോകുന്നവർക്കും കുറെ ചിട്ടകൾ അവർ പറഞ്ഞിട്ടുണ്ട്. വെജിറ്റേറിയൻ ആവണം, അവരുടെ ഫുഡ് കഴിക്കണം, ഒരു വലിയ കപ്പല് അതിലാണത്രേ അവർക്ക് ബോട്ട് സർവീസ്. അവിടെ പോയി കണ്ട് തിരിച്ചു വരാം. അവിടെ തന്നെയാണ് അവർക്കുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. അവിടെ ഒരു വിദ്യാഭ്യാസ സ്കൂളുണ്ട്, അവിടെ ഒരു എല്ലാം അവിടെ ഉണ്ട്. അവിടെയുള്ള കുട്ടികൾ അവിടെ പഠിക്കണം. എന്ത് നല്ല കാര്യം! അവിടുത്തെ ഒരു ഐശ്വര്യം, അവിടുത്തെ ആ ഒരു ഭഗവാന്റെ ഒരു ശരിക്കും നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിക്കോളൂ. അയർലൻഡിലെ കൃഷ്ണ ദ്വീപ്, കൃഷ്ണ ഐലൻഡ് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ കിട്ടും. അത് കണ്ടാൽ ഭക്തി ഇല്ലാത്ത നമുക്ക് ഭക്തി തന്നെ വന്നോളും. അത് അത്രയും എന്താ പറയുക, സായിപ്പും മദാമയും വരെ നമ്മുടെ കൃഷ്ണയിൽ കോൺഷ്യസ് ആണ്. കൃഷ്ണ ഭഗവാന്റെ നാമത്തില് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അവരൊക്കെ അഡിക്റ്റാണ്. നമുക്ക് ഇപ്പോഴും ഒരു അഡിക്ഷൻ ഇല്ല. അപ്പൊ അത് നിങ്ങളൊന്ന് നോക്കിക്കോളൂ കേട്ടോ. വളരെ ഇപ്പൊ നമുക്ക് എന്തടിച്ചാലും നമ്മുടെ കൈ വിരൽത്തുമ്പിലല്ലേ ഇപ്പൊ എല്ലാം. ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, അറിയാം. അയർലൻഡിലെ ദ്വീപ് കൃഷ്ണ ഐലൻഡ് എന്നാണ് പേര് വരെ ഇട്ടിരിക്കുന്നത്. അവിടുത്തെ ആ കാഴ്ച, അവിടത്തെയുള്ള പൂക്കളും അവിടെയുള്ള എന്താ പറയാ പച്ച പുൽമേടൊക്കെ കണ്ടാല് അവിടെ മയിലുകൾ, ഇഷ്ടം പോലെ മയിലുകള്. നമുക്ക് അവിടെ നിൽക്കുമ്പോ നമ്മുടെ അടുത്ത് കൂടെ ഒരു പ്രാവുകള്. ആലോചിച്ച് നോക്കൂ നിങ്ങള്. അപ്പൊ ആ ഒരു ഭഗവാൻ സാന്നിധ്യം അവിടെ ഇല്ലേ? അപ്പൊ അവിടുത്തെ നാമത്തിന് അവരെല്ലാവരും കൂടി കാലത്ത് തൊട്ടവര് തുടങ്ങുന്ന ഓരോ ചടങ്ങുകൾ എണീച്ച് തുടങ്ങിയ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ തുടങ്ങുന്ന വെട്ടങ്ങൾ മുഴുവൻ അവരവിടെ ശീലിക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ അത് അപ്പൊ എന്തായി, എന്താണ്, ഓട്ടോമാറ്റിക് ആയി കൃഷ്ണനെ അവിടെ ഭഗവാൻ അവിടെ ഉണ്ടാവും, ഭഗവാൻ സാന്നിധ്യം അവിടെ ഉണ്ടാവും.
നാമോച്ചാരണം എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഭഗവാൻ ഉണ്ടാവും എന്നല്ലേ പറയാ. അപ്പൊ അവര് ഇതേപോലെ എന്താ കോട്ടും സൂട്ടും മിടിയും ഒന്നും ഇടാതെ അവരാ ഒരു സംസ്കാരത്തെ പിന്തുടർന്ന് സാരി ഉടുത്ത്, രാമമാരൊക്കെ സാരി ഉടുക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. രുദ്രാക്ഷമിട്ട് അവർക്ക് ഒന്നും വേണ്ട, ജീവിതത്തിൽ അവർക്ക് കൃഷ്ണനാമം, കൃഷ്ണഭക്തി, കൃഷ്ണ ഡിവോട്ടീസ് പ്രചരിപ്പിച്ച് വെജിറ്റേറിയൻ ഫുഡ് കഴിച്ച് അവിടെ അവരെത്ര സന്തോഷത്തോടെ കഴിയുന്നു. ഭാരതീയരായ നമ്മൾ ഇന്നും അല്പജ്ഞാനികളായി പുച്ഛിച്ച് ഹിന്ദുമതത്തെയും ഹിന്ദുമതത്തിലെ ആൾക്കാരെയും പുച്ഛിച്ചും നടക്കുന്നു. എല്ലാവരും എല്ലാട്ടോ ഞാൻ പറയണേ, കുറച്ച് അല്പജ്ഞാനികളുണ്ട്. ഹിന്ദു മതം എങ്ങനെയെങ്കിലും നശിക്കണം എന്ന് പറഞ്ഞിട്ട് ഹിന്ദുമതത്തെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് നടക്കുന്നവര് ഇനി സാധിക്കില്ല. കാരണം നമ്മളെല്ലാവരും ബോധമുള്ളവരായി കഴിഞ്ഞു. നമ്മൾ ഭഗവത്ഗീത പഠിച്ചിട്ടും രാമായണം പോലുള്ള മഹത് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടും ഭാഗവത കഥകളിലും ഭഗവത ശ്രവണങ്ങളിലും ഭഗവത പാരായണത്തിലും ഭാഗവത സപ്താഹത്തിലും ഒക്കെ പങ്കെടുത്ത് ബുദ്ധിയും ബോധവും കുറച്ച് ഭക്തി പരായണന്മാരായി നടക്കാൻ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ഭഗവാന്റെ നാമം, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇപ്പൊ ചിലരെന്നോട് ചോദിച്ചു, ഗീതയൊക്കെ വായിക്കാനൊക്കെ ഇത്തിരി കടുകട്ടി അതൊക്കെ വായിച്ച് പറയുമ്പോ ഒരു അതിനൊന്ന് ശ്രമിക്കൂ. ഗീത വീട്ടിലില്ലാത്ത എത്ര പേരുണ്ട് ഇപ്പോ? വീടുകളിൽ ഗീത വാങ്ങി വെക്കാൻ നോക്കൂ. നിങ്ങള് ഗീത ദാനം ചെയ്യൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സാധ്യം ചെയ്തിട്ട് ഞാൻ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്രയോ ഗീത എന്റെ ഒരു അറിവില് ഒരു 100-150 ഗീത ഞാൻ ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കണത്. ഞാൻ ഒന്നും ഇച്ഛിച്ചിട്ടല്ല ഭഗവാനെ ഞാൻ ചെയ്തത്. എന്റെ മനപ്രയാസമുള്ള ഘട്ടങ്ങളില്, ജീവിതത്തിലെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്തില് ഭഗവാൻ അതൊക്കെ എനിക്ക് സാധിച്ചു തന്നപ്പോ ഞാൻ അറിയാതെ തന്നെ ഭഗവാന്റെ നാമം സ്മരിച്ച് ഞാൻ ആ ഗീത ദാനം ചെയ്തുകൊണ്ടേയിരുന്നു. ഓരോ തവണ ഞാൻ ഗീത ദാനം ചെയ്യുമ്പോഴും ഭഗവാൻ എന്റെ ഓരോ പ്രശ്നങ്ങളെ ദൂരീകരിച്ചു കൊണ്ടിരുന്നു. ഒരിക്കലും ഗീതദാനം ചെയ്യുമ്പോൾ ഭഗവാനെ എനിക്കത് ചെയ്തു തരൂ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്തുകൊണ്ട് നല്ല മനസ്സോടുകൂടി ഗീതദാനം ചെയ്തോ? അപ്പൊ എപ്പോഴൊക്കെ നമുക്ക് ഗീതദാനം ചെയ്യാൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു സംശയം വരുമല്ലേ? ഇപ്പൊ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അമ്മമാർക്കും സഹോദരന്മാർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, എപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ദാനം ചെയ്യണം, അങ്ങനെ ഒരു സംശയം വരും. നിങ്ങൾ പൗർണമി നാളിൽ നിങ്ങൾക്ക് ഗീതദാനം ചെയ്യാം, ഏകാദശി നാളിൽ നിങ്ങൾക്ക് ഗീതദാനം ചെയ്യാം. ഒരു മാസത്തിൽ 2 ഏകാദശി വരുന്നുണ്ട്. അതുപോലെ വിശേഷപ്പെട്ട ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഗീതദാനം ചെയ്യാം. മലയാള മാസം 1-ാം തീയതി നിങ്ങൾക്ക് ഗീതദാനം ചെയ്യാം. ഈ 4 ദിവസങ്ങളിൽ നിങ്ങൾ പോയിക്കോളൂ, കയ്യിലെടുത്ത് കൊണ്ടുപോകോളൂ, അമ്പലങ്ങളിലേക്ക് പോയിക്കോളൂ. നിങ്ങളുടെ മുൻപിൽ അർഹത ഉള്ളവർ വന്നു ചേരും, ഭഗവാൻ വരുത്തും. ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. നാമൊക്കെ ചെല്ലുന്നവരാണോ എന്ന് ചോദിച്ചിട്ട് വേണം കൊടുക്കാൻ. ഇത് കൊടുത്തു കഴിഞ്ഞാല് വീടിന്റെ മുക്കിൽ കൊണ്ടിടുന്നവരുണ്ട് നമ്മുടെ ഈ കലികാലത്ത്. അത് പാടില്ല. അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം. നാമജപമൊക്കെ ഉള്ള വീടാണോ, ഗീത വീട്ടിലുണ്ടോ, ഉണ്ടെങ്കിൽ കൊടുക്കരുത്, ഇല്ലാത്തവർക്ക് കൊടുക്കൂ. നിങ്ങളുടെ മുൻപിൽ എത്തിക്കും. ഞാൻ പലതവണ അമ്പലങ്ങളിലൊക്കെ ഷഷ്ടി നാളില് ഞാൻ മുരുകന്റെ അമ്പലത്തിൽ പോയിട്ട് ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. ഏകാദശി നാളിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പൗർണമി നാളിൽ ഞാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളില് മലയാള മാസം 1-ാം തീയതി ഞാൻ കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ മനസ്സിൽ ആഗ്രഹം വന്നാൽ ഒക്കെ ഭഗവാൻ സാധിക്കും. ആത്മാർത്ഥമാവണം കേട്ടോ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാനോ എനിക്ക് ഭക്തി ഉണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കാനോ അല്ല. ആത്മാർത്ഥമായിട്ട് ഒന്ന് ചിന്തിച്ച് ഭഗവാനെ എനിക്കും ഗീത പഠിക്കണം, ഗീത വായിക്കണം, എനിക്കും ഗീത ദാനം ചെയ്യണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണം എന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കുക. അതിൻ്റെയുള്ള സാഹചര്യമൊക്കെ ഭഗവാൻ എത്തിച്ചേരും നിങ്ങൾക്ക്. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഞാൻ ഇന്ന് ഈ 2 ശ്ലോകത്തോട് കൂടിയിട്ട് ഇന്നത്തെ ഇത് അവസാനിക്കും. കാരണം ഇന്ന് നമ്മൾ ഈ 4-ാമത്തെ അധ്യായം കഴിഞ്ഞ് പിന്നെ 2 ശ്ലോകം ഇവിടെ നിർത്തി 5-ാമത്തെ അധ്യായം ചെയ്യുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രാവശ്യം എക്സ്പ്ലനേഷൻ കൂട്ടിയത്. എത്രമാത്രം ഭഗവാന്റെ കാര്യം പറഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമുക്ക് പറയാൻ പറ്റും. ഗീത ഞാൻ പറഞ്ഞില്ലായിരുന്നു നിങ്ങളോട് പണ്ട്, ഈ ഗീതയിലെ ഒരു ശ്ലോകം അല്ലെങ്കിൽ ഒരു വരി, ഒരു നാമം, അതിനെ ഒരു ദിവസം വ്യാഖ്യാനിക്കാനുള്ള അർത്ഥവ്യാപ്തി ഉള്ളതാണ് ഭഗവത്ഗീത. നമ്മൾ അതിനെ വളരെ സിമ്പിളായിട്ട് വളരെ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളൂ. കൂടുതൽ കടുകട്ടിയൊക്കെ പറഞ്ഞാൽ നമുക്ക് ബോറടിക്കും. അപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ സിമ്പിളായിട്ട് പറയുമ്പോഴല്ലേ അത് വായിക്കാനും കേൾക്കാനും ഭഗവാന്റെ കഥകൾ പറയാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവുക അല്ലേ? അപ്പോ 42-ാമത്തെ ശ്ലോകത്തില് അർജുനനോട് ഭഗവാൻ വീണ്ടും പറഞ്ഞു, തസ്മാദജ്ഞാന സംഭൂതം ഹൃസ്തം ജ്ഞാനാസീനാത്മനഃ
ചിത്വൈനം സംശയം യോഗം ആതിഷ്ഠോത്തിഷ്ഠ ഭാരത. എന്താ ഭഗവാൻ പറഞ്ഞത്? ലാസ്റ്റ് ജ്ഞാന കർമ്മ സന്യാസ യോഗത്തിൽ 42 ശ്ലോകങ്ങളേ ഉള്ളൂ. ആ ശ്ലോകത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ അർജുനനോട് ഭഗവാൻ പറഞ്ഞു, തസ്മാദജ്ഞാന സംഭൂതം, അതിനാൽ അജ്ഞാനത്തിൽ നിന്നുണ്ടായതും അറിവില്ലായ്മയിൽ നിന്ന് ഉണ്ടായതും ഹൃസ്തം ജ്ഞാനാസിനാത്മനഃ, നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതുമായ ഈ സംശയത്തെ. ഏത് സംശയത്തെ? അയ്യോ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പിതാമഹന്മാരെ, എന്റെ ഗുരുസ്ഥാനീയരെ, എന്റെ ബിന്ദുമിത്രാദികളെ ഞാൻ എങ്ങനെ കൊല്ലും എന്നുള്ള സംശയമാണ് ഭഗവാൻ ഉദ്ദേശിച്ചത്. അതിനാൽ അജ്ഞാനത്തിൽ നിന്നുണ്ടായതും നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചതുമായ ഈ സംശയത്തെ ചിത്വൈനം സംശയം യോഗം ആധിഷ്ഠോത്തിഷ്ഠ ഭാരത. എന്താ പറയണത്? ജ്ഞാനമാകുന്ന ഗദ്ഗം കൊണ്ട് ഛേദിക്ക്. എന്താണ് ഗദ്ഗം? വാള് ആണ്. ചിത്വൈനം ചിത്തിക്കുക, സംശയം അത്തിഷ്ഠോത്തിഷ്ഠ, ആ വാളുകൊണ്ട്, അറിവാകുന്ന വാളുകൊണ്ട് അജ്ഞാനത്തെ നീയെ എതിർത്ത് കളയെ, നശിപ്പിച്ച് കളയ അർജുന. അതാണ് അതിന്റെ അർത്ഥം. എന്താ? നീ എന്ത് ചെയ്യണം? കർമ്മയോഗത്തെ ആശ്രയിക്കുക. അതിന്റെ ഇന്റേണൽ മീനിങ് അതാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? നിന്റെ അജ്ഞാനത്തിൽ നിന്നുണ്ടായ നിന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ച ഈ സംശയമുണ്ടല്ലോ അർജുന, നീ എന്ത് ചെയ്യണം? ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഛേദിക്ക്, മുറിച്ചു കളയേ. എന്നിട്ട് യോഗത്തെ നീ ആശ്രയിക്ക്. എന്ത് യോഗം വന്നാലും ഞാൻ ചെയ്യാം. അതിന്റെ ഇന്റേണൽ മീനിങ് കർമ്മയോഗത്തെ നീ ആശ്രയിക്കുക, നിന്റെ കർമ്മത്തെ നീ അനുഷ്ഠിക്കുക. ഹേ ഭാരത, എഴുന്നേൽക്കൂ എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഓം തത്സത് ഇതി ശ്രീമദ് ഭഗവത്ഗീതാംസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ജ്ഞാനകർമ്മ സന്യാസ യോഗോ നാമ ചതുർത്ഥോ അധ്യായ സമാപ്തം. നോക്കൂ, തറ മാത്രം 1 കൊല്ലം 12 മാസം, ഓരോ മാസവും 4 ആഴ്ചകളിലാണ് ഞാൻ ഗീത പറയാ. എല്ലാ ബുധനാഴ്ചയാണ് ഗീത വരിക. നോക്കൂ, ഈ 4 അധ്യായമേ നമുക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ധൃതി പിടിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല നമുക്ക്. പതുക്കെ പോയാൽ മതി. 4 അധ്യായത്തിലേ എത്രയോ പേര് എന്നോട് പറഞ്ഞു, പലവരുടെയും ഗീതയുണ്ട്, പലവരുടെയും ഭാഗവതുണ്ട്, പലവരുടെയും രാമാക്ക ഉണ്ടെങ്കിലും രേണുക പറയുന്ന ഈ ഗീതയാണ് ഞങ്ങളൊക്കെ കേൾക്കാറ്. അത് വളരെ സിമ്പിളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് കേൾക്കാനാണ് ഇഷ്ടം എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഇതൊക്കെ അങ്ങയുടെ അനുഗ്രഹം എന്നേ പറയുള്ളൂ. അവരത് വന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. ഞാൻ ആരാണ്? ഞാന് നിങ്ങളോട് പറഞ്ഞിരുന്നു, ഫംഗ്ഷൻ ഉണ്ടായ കാര്യം പറഞ്ഞല്ലോ അല്ലേ? ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ കല്യാണവും പാർട്ടിയൊക്കെ പങ്കെടുത്തപ്പോ ഹൈദരാബാദിൽ നിന്ന് വന്ന ആ അമ്മ എന്നോട് പറയാണ്, ഞാൻ പറഞ്ഞു, നിങ്ങളാ എന്താ പറയാ കുംഭമേളയിൽ പോയ കാര്യമൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോ എനിക്കത് കേട്ടപ്പോ ഉണ്ടായ ഒരു ആനന്ദം. നിങ്ങൾ പറഞ്ഞിരുന്നു എന്നെ പോലൊരു നിസാര ജീവി കുംഭമേളയിൽ എത്തിച്ചു ഭഗവാൻ. ഞാൻ പറഞ്ഞു, ശരിയല്ലേ, ഞാനൊരു നിസാര ജീവിയല്ലേ ചോദിച്ചപ്പോ ആ അമ്മ പറഞ്ഞു, അല്ല, നിങ്ങൾ നിസ്സാര ജീവിയല്ല, നിങ്ങൾക്ക് ഭഗവാൻ അനുഗ്രഹം നിറയെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ അമ്മയുടെ കാലുതൊട്ട് വന്ദിച്ചു. ഞാൻ ആലോചിച്ചോക്കും, ഇങ്ങനെയുള്ള മാതൃജനങ്ങളുടെ അനുഗ്രഹമല്ലേ നമുക്ക് വേണ്ടു അല്ലെ? എന്നേക്കാൾ എത്രമാത്രം പ്രായത്തിൽ മൂത്തവരാണ് അവരൊക്കെ ഇത് പറയുമ്പോ ആ ഭഗവാൻ നിസാര ജീവിയായ എന്നെ, ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, വൈശാഖ മാസത്തിൽ ഗുരുവായൂർ പോവാനും കൂടിയുള്ള ഒരു അനുഗ്രഹം ഭഗവാൻ എനിക്ക് തന്നു. എളുപ്പത്തിൽ സാധിച്ചു. ഇതൊക്കെയാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയാ. ഞാനിങ്ങനെ കഴിഞ്ഞ ചൊവ്വാഴ്ചകളിലാണല്ലോ, എല്ലാ ചൊവ്വാഴ്ചകളിലുമാണ് പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിലെ ചെരാങ്കുളങ്ങര അമ്പലത്തിലാണ് ഞാൻ ആധ്യാത്മിക ക്ലാസ് എടുക്കുന്നത്. വൈശാഖ മഹാത്മ്യൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചൊവ്വാഴ്ച ക്ലാസ് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് 30 ചൊവ്വാഴ്ച ആയിരുന്നു. റീൽസിലൊക്കെ ഞാൻ 30 ചൊവ്വ 30 തിങ്കളൊക്കെ പറഞ്ഞ് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് ഈ വൈശാഖം കഴിയുന്നതിന് മുമ്പ് ഗുരുവായൂർ പോയേ പറ്റൂ. അപ്പൊ ഒറ്റയ്ക്കോ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒറ്റയ്ക്ക് പോണം എന്ന് പറഞ്ഞിരുന്ന അന്ന് വൈകുന്നേരം എൻ്റെ ഫ്രണ്ടും അമ്മയും കൂടി തന്നെ, അവര് മലേഷ്യയിലാണ്, അവര് തിരിച്ചു വന്ന് അന്ന് രാത്രി അവർ എന്നോട് പറഞ്ഞു, നമുക്ക് നാളെ ഗുരുവായൂർക്ക് പോകാൻ രേണു വന്നോളൂ, 6:30 പുറപ്പെട്ടിരുന്നോളൂ. ഞാൻ നോക്കൂ, ഭഗവാൻ ആഗ്രഹിച്ചില്ലേ, ഒരാളെ അവിടെ എത്തിച്ചു തന്നില്ല. അവർക്ക് നമ്മളെ വിളിക്കാൻ തോന്നണോ? അല്ലെങ്കിൽ മറന്നു പോയാലോ? അവരെന്നെ വിളിച്ചു 6:30. നോക്കൂ എത്രമാത്രം സന്തോഷം, എനിക്ക് പറഞ്ഞാൽ തിരില്ല. 30 ബുധനാഴ്ച തന്നെ ഭഗവാനെ പോയി തൊഴാൻ സാധിച്ചു. മമ്മിയൂർ അപ്പനെ തൊഴുതു. ആദ്യമേ തന്നെ മമ്മിയൂര് പോയിട്ട് തൊഴുതു. മമ്മിയൂർ ഭഗവാനെ
പ്രാർത്ഥിച്ചു. കാരണം എന്താ, ഗുരുവായൂരപ്പന്റെ ഭക്തി നമുക്ക് മനസ്സിൽ വരിക മമ്മിയോടൊപ്പം വിചാരിക്കണം. ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹം ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും പറയും ഗുരുവായൂർ പോയി തൊഴുതാൽ നിങ്ങൾ മമ്മിയൂരപ്പനെയും പോയി തൊഴണം എന്ന് പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? മമ്മിയൂരപ്പനാണ്, ആ മഹാ പരമശിവനാണ് ഗുരുവായൂരപ്പനെ മാറിക്കൊടുത്തത്. എന്നിട്ട് അവിടെ അതുകൊണ്ടാണ് മമ്മിയൂർ മഹിമയാർന്ന ഊരായിരുന്നു ആദ്യം. ആ മഹിമ കൊണ്ടാണ് മമ്മിയൂർ എന്ന പേര് വരെ വന്നത്. പണ്ട് ആ സ്ഥാനത്തിന് അതൊന്നും ആയിരുന്നില്ല പേര്. ഭഗവാൻ മഹിമയാർന്ന ഊരായി മാറി. എന്തുകൊണ്ടാണ് മഹിമ വന്നത്? തന്റെ സ്ഥാനത്തിനെ, തന്റെയും ശ്രീ പരമേശ്വരിയായ പാർവതി ദേവിയും ഇരുന്ന സ്ഥാനം ശ്രീകൃഷ്ണ ഭഗവാൻ ഒഴിച്ചു കൊടുത്തു. ഞാൻ മാറിപ്പൊക്കോളാം, ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് ഗുരുവിനോടും വായുവിനോടും പറഞ്ഞു. അങ്ങനെയാണ് ഗുരുവായൂരപ്പൻ അവിടെ ഉണ്ടായത്. അവിടെ നിന്ന് മാറി ശ്രീ പരമേശ്വരൻ മാറിയിരുന്ന സ്ഥലമാണ് ഇന്ന് മഹിമയാർന്ന ഊര് മമ്മിയൂരായി മാറിയത്. ഇത്രയൊക്കെ അറിവ് കിട്ടിയ പോരെ നമുക്ക്. ഭക്തി എങ്ങനെയൊക്കെ ഉണ്ടാവൂലേ? ഭക്തി വന്നുകൊണ്ടേയിരിക്കും നമുക്ക്. ആ ഭക്തി ഉണ്ടാവണേ. ഭക്തി തരേണമേ നീ അന്ത്യത്തിൽ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മളല്ലേ. അവസാന കാലം വരെ ഭഗവാനോടുള്ള ഭക്തി മാത്രം മതി. പ്രഹ്ലാദന്റെ കഥയില് പ്രഹ്ലാദനോട് ചോദിക്കും, നിനക്ക് എന്ത് വരാണ് വേണ്ടത്? ഭഗവാൻ നരസിംഹ അവതാരം ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, അങ്ങയോടുള്ള ഭക്തി മതി. ചെറിയ കുട്ടി ചോദിച്ച വരാണ്. ഈ കാലഘട്ടത്തിലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ചോദിക്കാനുണ്ടാവൂലേ? ചോദിക്കാതൊക്കെ നമ്മൾ മറക്കും. എന്താ ചോദിക്കുക, ഏതാ ചോദിക്കാന്നുള്ള ഇതാവും. അപ്പൊ നമ്മൾ അതേ ചോദിക്കണ്ടോ? ഭക്തി തന്നാ മതി ഭഗവാനെ. ഭക്തി വന്നാൽ ജ്ഞാനവും വൈരാഗ്യവും പിന്നാലെ വരും എന്നാ പറയാ. ആലോചിച്ച് നോക്കൂ. അപ്പോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് 2 ശ്ലോകത്തോടു കൂടി ഞാൻ നിർത്താൻ കാരണം, നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിലെ 5ാമത്തെ അധ്യായമായ കർമ്മസന്യാസ യോഗം തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങി പിന്നെ ഇവിടുന്ന് കാണാൻ വേണ്ട, അതിന്റെ ആവശ്യമില്ല. അപ്പൊ കുറച്ച് ഭക്തിപ്രധാനമായ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാനും വേണ്ട ഒരു യോഗം അല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞു, ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമാമ്യഹം. പ്രതിഷ്ഠാദിന ചടങ്ങുകളായിട്ട് ശബരിമല നട തുറക്കല്ലേ. അപ്പൊ ഇന്ന് അയ്യപ്പസ്വാമിയുടെ ഒരു നാമത്തോടു കൂടി ഞങ്ങൾ നിർത്താന്ന് വെച്ചു. ഗുരുവായൂരപ്പന് ഒരു സന്തോഷമാവും. അപ്പോ എല്ലാവർക്കും ഇന്നത്തെ ഗീത വളരെ സിമ്പിളായി 2 ശ്ലോകങ്ങൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. കൂടുതലും ഭക്തി പ്രധാനമായ പ്രഭാഷണമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഗീത പ്രചരിപ്പിക്കൂ. ഇത് നിങ്ങൾ ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശുഭദിനം.